കുട്ടനാട്ടിലെ കർഷകരുടെ ദുർഗതിക്ക് കാരണം LDF സർക്കാരാണെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA. കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ കുട്ടനാട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മോൻസ് ജോസഫ്. നെല്ല് സംഭരണം താറുമാറായെന്നും സംഭരിച്ച നെല്ലിന് വില നൽകുന്നതിൽ സർക്കാർ തന്നെ പരാജയപ്പെട്ടെന്നും അദ്ദേഹം ആരോപിച്ചു. കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വരെ ഉണ്ടായി. കുട്ടനാട് പാക്കേജ് നടപ്പാക്കുന്നതിലും സർക്കാർ വീഴ്ച വരുത്തി. ക്ഷേമ പെൻഷനുകൾ നൽകുന്നില്ല. അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്ന കാര്യത്തിൽ പോലും സർക്കാരും MLAയും ശ്രദ്ധിക്കുന്നില്ല. കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുകയാണെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് 8 വർഷം പിന്നിടുമ്പോഴും കുട്ടനാടിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ചർച്ച ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷ നേതാക്കന്മാരെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എന്തെങ്കിലും പ്രയോജനം കുട്ടനാടിന് വേണ്ടി ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ തകർന്നടിഞ്ഞ റോഡുകൾ, സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിയോജക മണ്ഡലം മുഴുവൻ. ഇന്നും കുട്ടനാട്ടിൽ കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി എങ്ങും എത്താത്ത നിലയിൽ തകർന്നു കിടക്കുകയാണ്. കുട്ടനാട്ടിൽ കുടിവെള്ളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം. എല്ലാ മേഖലകളിലും AC കനാലുമായി ബന്ധപ്പെട്ടുള്ള വികസന പദ്ധതികൾ കുട്ടനാടിന്റെ ഇന്നത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ മുൻപിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ കുട്ടനാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി കുട്ടനാട് പാക്കേജ് അടക്കമുള്ള പദ്ധതികൾക്ക് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. 8 വർഷം പിന്നിടുമ്പോൾ കുട്ടനാട് പ്രോസ്പെരിറ്റി കൗൺസിൽ ഒരു പ്രാവശ്യം പോലും യോഗം ചേരാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടുകാരോട് ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനം എന്താണ് എന്ന് വ്യക്തമാവുകയാണ്. കർഷകരുടെ കടങ്ങൾക്ക് 1 വർഷം മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. കൺവെൻഷനിൽ തങ്കച്ചൻ വാഴച്ചിറ അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ ദിവസം നിര്യാതനായ കോൺഗ്രസ് നേതാവ് KK കൃഷ്ണൻകുട്ടിയെ യോഗത്തിൽ അനുസ്മരിച്ചു. സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്, ജോസഫ് ചേക്കോടൻ, K ഗോപകുമാർ, സജി ജോസഫ്, പ്രതാപൻ പറവേലി, PT സ്കറിയ, JT റാംസെ, അലക്സ് മാത്യു, M മുരളി, അഡ്വക്കേറ്റ് ടോമി കല്ലാനി, ജോസി സെബാസ്റ്റ്യൻ, ജേക്കബ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ മാന്നാറിലെ റോഡ് ഷോ BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5-ന് മാന്നാർ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത്. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ പ്രവർത്തകന്മാരും ഒരുപോലെ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ്. മുന്നണികൾ തമ്മിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ പരസ്പരം മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ജനങ്ങളുടെ മുന്നിൽ ഒന്നും പറയാനില്ലാതെ നിൽക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഉദ്ഘാടന യോഗത്തിൽ BJP മാന്നാർ മണ്ഡലം പ്രസിഡന്റ് സതീഷ് കൃഷ്ണൻ അധ്യക്ഷനായി. ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് സജു കുരുവിള, BJP മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രമേശ് പേരിശ്ശേരി, ശ്രീജ പത്മകുമാർ, മണ്ഡലം സെക്രട്ടറി ശിവകുമാർ, മണ്ഡലം ഉപാധ്യക്ഷൻ കലാധരൻ കൈലാസം, മണ്ഡലം സെൽ കോർഡിനേറ്റർ ഗോപൻ ഇരമത്തൂർ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് പാർവതി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ പരുമല ജംഗ്ഷനിലെത്തിയ ശേഷം തിരികെ സ്റ്റോർ ജംഗ്ഷൻ, കോയിക്കൽ ജംഗ്ഷൻ, ചെന്നിത്തല വഴി കാരാഴ്മ ജംഗ്ഷനിലെത്തി സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ സ്ഥാനാർത്ഥി ബൈജു കലാശാല സംസാരിച്ചു. ഇന്ത്യൻ ഭരണഘടനയെയും രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെയും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് KSKTU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി M സത്യപാലൻ. രാജ്യത്തെ കർഷകരുടെയും സാധാരണക്കാരുടെയും അവകാശങ്ങൾ തകർക്കുന്നവർക്ക് കൂട്ടുനിൽക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും അദ്ദേഹം ആരോപിച്ചു. കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ നടന്ന ഇടതുപക്ഷ കർഷക തൊഴിലാളി യൂണിയൻ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവകാശങ്ങളെ ധ്വംസിക്കുന്ന തരത്തിലേക്കുള്ള നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന RSSന്റെയും സംഘപരിവാറിന്റെയും പ്രത്യയശാസ്ത്രം രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തിന്റെ ചരിത്രം തിരുത്തി എഴുതുകയാണ്. ഭരണഘടനയെ മാറ്റി എഴുതാൻ ശ്രമിക്കുകയാണ്. ഭരണഘടനയുടെ മൂല്യങ്ങളും തത്വങ്ങളും എല്ലാം ഇല്ലാതാക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ വരുതിയിലാക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷണറെയും അതിന്റെ കമ്മീഷൻ അംഗങ്ങളെയും നിയമിക്കുന്നതിന് വേണ്ടി നിലനിന്നിരുന്ന ഒരു സമിതിയുണ്ട്. അവർ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അത് നിഷ്പക്ഷവും നീതിപൂർവമായിട്ടുള്ള പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും. ആ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ
എന്നുള്ളത് കൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതി വരുത്തിക്കൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രിയും എന്ന വ്യവസ്ഥ കൊണ്ടുപോകും. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ് സംയുക്ത കൺവെൻഷൻ സംഘടിപ്പിച്ചത്. BKMU കുട്ടനാട് മണ്ഡലം സെക്രട്ടറി B ലാലി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ R അനിൽകുമാർ, AD കുഞ്ഞച്ചൻ, NB വിൻസെന്റ്, കമലമ്മ ഉദയാനന്ദൻ, സാറാമ്മ തങ്കപ്പൻ, ജോസ് തോമസ്, MV വിശ്വംഭരൻ, ശശീന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാർച്ച് 25 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഇത് സംബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ യോഗം സ്വീപ് നോഡൽ ഓഫീസറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്നു. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള കോളേജുകളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി ഹെൽപ്പ് ഡെസ്കും പുതിയ വോട്ടർമാരുടെ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ അലക്സ് വർഗീസ് നിർദ്ദേശം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്രസേനയും സംസ്ഥാന പോലീസ് സേനയും റൂട്ട് മാർച്ച് നടത്തി. എടത്വ, തലവടി, തായങ്കരി പ്രദേശങ്ങളിൽ വ്യാഴാഴ്ച രാവിലെയായിരുന്നു റൂട്ട് മാർച്ച്. വ്യാഴാഴ്ച രാവിലെ 9 ആരംഭിച്ച റൂട്ട് മാർച്ചിന് എടത്വ CI മിഥുൻ, SI ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി. ചക്കുളത്തുകാവിൽ നിന്നും തലവടി പഞ്ചായത്ത് വരെയും എടത്വ തായങ്കരി റോഡിലുമാണ് റൂട്ട് മാർച്ച് നടന്നത്. സമാധാനപരമായ തെരഞ്ഞെടുപ്പിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. 150ഓളം സേനാംഗങ്ങൾ പങ്കെടുത്തു. സാഹിത്യകാരൻ പ്രൊഫസർ P മാധവൻ പിള്ളയുടെ 2ാം ചരമവാർഷികവും മാധവം പുരസ്കാര സമർപ്പണ സമ്മേളനവും ഈ മാസം 28-ന് ചങ്ങനാശ്ശേരിയിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 3:30-ന് പെരുന്ന ഗൗരി മഹൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. കേരള സർവകലാശാല ഹിന്ദി വിഭാഗം മുൻ മേധാവിയും ഡീനുമായിരുന്ന ഡോക്ടർ S തങ്കമണിയമ്മയ്ക്ക് പുരസ്കാരം സമർപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരുന്നയിലുള്ള ഗൗരി മഹൽ ഓഡിറ്റോറിയം NSS കരയോഗത്തിൻ്റെ ഓഡിറ്റോറിയമാണ്. അവിടെ വെച്ച് ഉച്ചയ്ക്ക് ശേഷം 3:30-നാണ് അനുസ്മരണ സമ്മേളനം ആരംഭിക്കുന്നത്. അച്ഛൻ്റെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് മാധവം എന്ന പേരിൽ ഒരു പുരസ്കാരവും വിതരണം ചെയ്യുന്നുണ്ട്. അത് ഈ പ്രാവശ്യം ആ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ഡോക്ടർ S തങ്കമണിയമ്മ ആണ്. പുരസ്കാരം വിതരണം ചെയ്യുന്നതും പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും ഡോക്ടർ ചന്ദ്രിക ബാലനാണ്. ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട വിശ്വ ഹിന്ദി സമ്മേളനത്തിന് ജോഹന്നാസ്ബർഗിലൊക്കെ പരിപാടികൾ, വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഭോപ്പാലിൽ വെച്ച് നടന്നിട്ടുള്ള വിശ്വ ഹിന്ദി സമ്മേളനത്തിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ടീച്ചറിന് കുറേ അധികം പുരസ്കാരങ്ങൾ ഹിന്ദിയുമായി ബന്ധപ്പെട്ട ഹിന്ദി, മലയാളം ഹിന്ദി ലേഖനങ്ങൾ, ചില പുസ്തകങ്ങളുടെ ട്രാൻസ്ലേഷനുകൾ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി പുരസ്കാരങ്ങൾ ടീച്ചർ നേടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സാഹിത്യകാരി ഡോക്ടർ ചന്ദ്രിക ബാലൻ പുരസ്കാര സമർപ്പണവും മുഖ്യ അനുസ്മരണ പ്രഭാഷണവും നടത്തും. ഡോക്ടർ PS രാധാകൃഷ്ണൻ, പ്രൊഫസർ PV പരമേശ്വരക്കുറുപ്പ് എന്നിവർ അനുസ്മരണവും ഡോക്ടർ S തങ്കമണിയമ്മ മറുപടി പ്രസംഗവും നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ NP കൃഷ്ണകുമാർ, യമുന മാധവൻ പിള്ള, M വിദ്യ, ആര്യൻ S നായർ എന്നിവർ പങ്കെടുത്തു. കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 25, 26 തീയതികളിൽ ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരുന്ന സംസ്ഥാനതല അമച്വർ നാടക മത്സരം മെയ് 18, 19 തീയതികളിലേക്ക് മാറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ചാണ് നടപടി. ജില്ലാതല കൈകൊട്ടിക്കളി മത്സരവും LP, UP വിഭാഗം കുട്ടികളുടെ ചിത്രരചനാ മത്സരവും ഇതേ തീയതികളിൽ നടത്തുന്നതിനും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനമായി. നാടക മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് യഥാക്രമം 20,000 രൂപ, 15,000 രൂപ, 10,000 രൂപ എന്നിങ്ങനെ ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിക്കും. മികച്ച നടൻ, മികച്ച നടി, മികച്ച രചന, മികച്ച സംവിധായകൻ എന്നിവർക്ക് കുട്ടനാട്ടിലെ മൺമറഞ്ഞുപോയ കലാസാഹിത്യ പ്രതിഭകളുടെ സ്മരണാർത്ഥമുള്ള ട്രോഫിയും സമ്മാനിക്കും. കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി KC രമേശ് കുമാർ പരിപാടികൾ വിശദീകരിച്ചു. ഏപ്രിൽ 25, 26 തീയതികളിൽ എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്
നമ്മൾ വെച്ച പ്രോഗ്രാം ഡേറ്റിൽ തന്നെയാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളതുകൊണ്ട് ഏപ്രിൽ 26 കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പരിപാടി മാറ്റിവെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ചുള്ള തീരുമാനം നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമുക്ക് നടക്കണം. നമ്മുടെ പരിപാടിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൈകൊട്ടി കളിക്ക് ഒട്ടേറെ ആളുകളാണ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. നമ്മൾ പത്രവാർത്ത കൊടുത്തുകൊണ്ട് ഈ 4-5ഓളം നാടക സമിതികൾ നമ്മളോട് ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു രജിസ്ട്രേഷൻ വരട്ടെ, നമുക്ക് ഈ ഡേറ്റ് മാറും, ആ ഡേറ്റ് മാറിയിട്ട് നിങ്ങളെ അറിയിക്കാം എന്നുള്ള തരത്തിലാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മെയ് മാസത്തിൽ നമുക്ക് ഈ പരിപാടി നടത്തണം. NK രഘുനാഥ്, വി വിത്തവാൻ, ശിവപ്രസാദ് കാവാലം, കൈനഗിരി വിജയൻ, പ്രഭാസുതൻ രാമങ്കരി, തിരുമേനി നെടുമുടി, അമ്പിളി അവനീഷ്, സുനിൽ പുല്ലങ്ങടി, പ്രിയ ജോഷി എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 28 വരെ രജിസ്ട്രേഷൻ നടത്താം. കൂടുതൽ വിവരങ്ങൾക്ക് 9491555933 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ആലപ്പുഴ പഴവങ്ങാടി മാർസ്ലീവ ഫൊറോന തീർത്ഥാടന പള്ളിയിൽ പീഠാനുഭവ വാരാചരണത്തിനും ഉയിർപ്പ് തിരുനാളിനും ഓശാന ഞായർ തിരുക്കർമ്മങ്ങളോടെ തുടക്കമാകും. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിശുദ്ധ കുരിശിന്റെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം നടക്കുന്ന പീഠാനുഭവ വാരാചരണത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. തീർത്ഥാടന പള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമാണ് ഈ വലിയ നോമ്പുകാലം. നോമ്പുകാലം ആരംഭിച്ച ദിനം മുതൽ ഒറ്റയ്ക്കും ഒന്നിച്ചും തീർത്ഥാടകർ ഇവിടെ എത്തുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ആലപ്പുഴയിൽ പ്രത്യേകിച്ച് തീർത്ഥാടന പള്ളികളോട് ബന്ധപ്പെട്ട് ഈ പീഠാനുഭവ ആഴ്ചയിലും മറ്റും ഒട്ടേറെ ശുശ്രൂഷകൾ നടന്നു വരുന്നുണ്ട്. അത്തരത്തിൽ ആലപ്പുഴ മാർസ്ലീവ ഫൊറോന തീർത്ഥാടന പള്ളിയിലും വിവിധങ്ങളായ ശുശ്രൂഷകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഗണത്തിൽ വരുന്ന ആദ്യത്തെ ശുശ്രൂഷ 40-ാം വെള്ളിയുടേതാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ, ക്രൈസ്തവ കുടുംബങ്ങളിൽ വലിയ നോമ്പ് ആരംഭിച്ചിട്ട് 40-ാം ദിനം വരുന്ന ദിവസമാണ് 40-ാം വെള്ളി എന്ന് അറിയപ്പെടുന്നത്. അത്തരത്തിൽ നാളെ ഇവിടെ വിപുലമായിട്ടുള്ള ശുശ്രൂഷകളാണ് നടക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 40-ാം വെള്ളി ആചരണത്തിന്റെ ഭാഗമായി 22-ന് വൈകിട്ട് 5-ന് വിശുദ്ധ കുരിശിന്റെ നൊവേനയോടെ കർമ്മങ്ങൾ ആരംഭിക്കും. വിശുദ്ധ കുർബാനയും ആഘോഷമായ കുരിശിന്റെ വഴിയും നേർച്ചക്കഞ്ഞി വിതരണവും നടക്കും. മാർച്ച് 24-ന് ഞായറാഴ്ച രാവിലെ 6-ന് ഓശാന തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. കുരുത്തോല വെഞ്ചരിപ്പും തുടർന്ന് കുരുത്തോല പ്രദക്ഷിണവും നടക്കും. പെസഹ വ്യാഴാഴ്ച വൈകിട്ട് 4:30-ന് വിശുദ്ധ കുർബാനയും കാൽക്കഴുകൽ ശുശ്രൂഷയും ആരാധനയും നടക്കും. ദുഃഖവെള്ളി ദിനത്തിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ആരാധന. വൈകിട്ട് 4-ന് പീഠാനുഭവ തിരുക്കർമ്മങ്ങളും നഗരി കാണിക്കലും നടക്കും. ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ പുലർച്ചെ 2:30-ന് ഉയിർപ്പ് തിരുനാൾ കർമ്മങ്ങളും വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും. ഏപ്രിൽ 5 വെള്ളിയാഴ്ച സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കും. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മാർസ്ലീവ ഫൊറോന വികാരി ഫാദർ സിറിയക് കോട്ടയിൽ, ഫാദർ ജൂലിയസ് തീമ്പലങ്ങാട്ട്, ഫാദർ മണിലാൽ ക്രിസ്, കൈക്കാരന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. SNDP യോഗം 1825-ാം നമ്പർ തെക്കേക്കര ശാഖ ഒന്നാങ്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മീനപ്പൂയ മഹോത്സവത്തിന് സമാപനം കുറിച്ച് കുടിയിറങ്ങി. ക്ഷേത്രം മേൽശാന്തി സൂര്യനാരായണൻ ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ബുധനാഴ്ച വൈകുന്നേരം 6:30-നായിരുന്നു തിരുവാറാട്ട്. ആറാട്ടുകടവിൽ ദീപാരാധനയ്ക്ക് ശേഷം വിളക്കെടുപ്പിൻ്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പള്ളിക്കുട്ടുമ്മപ്പാലം കോളനി വഴി ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. തുടർന്ന് കൊടിയിറക്ക്, കലശാഭിഷേകം, മഹാനിവേദ്യം, വലിയ കാണിക്ക എന്നീ ചടങ്ങുകൾ നടന്നു. ആറാട്ട് സദ്യയോടെയാണ് മീനപ്പൂയ മഹോത്സവം സമാപിച്ചത്. ക്ഷേത്രയോഗം പ്രസിഡന്റ് PD ഉണ്ണി പൂപ്പള്ളിക്കുന്നം, സെക്രട്ടറി CG ഹരിദാസ്, യൂണിയൻ കമ്മിറ്റി അംഗം GM സാബു, കമ്മിറ്റി അംഗം P മധു എന്നിവർ
ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 1 രാവിലെ 10:30 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മത്സരം നടക്കും. ഒരു കോളേജിൽ നിന്ന് 2 പേരടങ്ങുന്ന ടീമിന് പങ്കെടുക്കാം. തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാകുക. അപേക്ഷ കോളേജ് അധികൃതർ മുഖേന സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട നമ്പർ 9947374336 9544182926. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ നിന്നും ഒരു ദിവസം പ്രായമായ അത്യുൽപാദന ശേഷിയുള്ള ഗ്രാമശ്രീ പിടക്കോഴി കുഞ്ഞുങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ 25 രൂപ നിരക്കിലും ജാപ്പനീസ് കാടക്കുഞ്ഞുങ്ങൾ 8 രൂപ നിരക്കിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലും ലഭിക്കും. താൽപ്പര്യമുള്ള കർഷകർ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ബന്ധപ്പെടേണ്ട നമ്പർ 047924522277. അമ്പലപ്പുഴ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ 101 തകഴി ഗേറ്റ് മാർച്ച് 21 രാവിലെ 8 മുതൽ 22 വൈകുന്നേരം 6 വരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. വാഹനങ്ങൾ ലെവൽ ക്രോസ് നമ്പർ 99 പടഹാരം ഗേറ്റ് വഴി പോകേണ്ടതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6145 രൂപ, പവന് 49,160 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.